എല്ലാവർക്കും വെൽക്കം. നമുക്ക് ഇന്നത്തെ സെഷനിൽ ലെറ്റ് us see വാട്ട് ഈസ് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ജിൻസി അഗസ്റ്റ്യൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഗവൺമെൻറ് ITI ഷോറൂം കോഴിക്കോട്. എന്ന് ആദ്യമേ ഹിസ്റ്ററി നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു കമ്പ്യൂട്ടർ എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുത്ത് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ പറ്റി എന്തറിയാം? കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ആ കാര്യം നമുക്ക് അതിനൊരു ഡെഫിനിഷനായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ്. കമ്പ്യൂട്ടർ പിന്നെ എന്താ ചെയ്യുന്നത്? അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ അനുസരിച്ചിട്ട് ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്ത് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക്സ് ഡിവൈസ് which accepts data from the user, process it and gives us result. ഒന്നുകൂടെ പറയാം. യൂസറുടെ അടുത്ത് നിന്ന് ഡാറ്റ റിസീവ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിന് ആ റിസൾട്ടിനെ നമ്മൾ പറയുന്നത് ഇൻഫോർമേഷൻ എന്നാണ്. ആ ഇൻഫോർമേഷൻ നമുക്ക് തരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗെയിൻ. എ കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് which accepts data from the user, process it and gives us result, and this result is called information. Hope it is clear to you. Then കമ്പ്യൂട്ടറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി കമ്പ്യൂട്ടറിന് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ രണ്ട് പാർട്സും ഉണ്ട്. ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററി നോക്കാം. ബാക്കി ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് വേറൊരു സെഷനിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്തത് ആ ഒരു ടേം റെക്കോർഡിക്കലി കാണിക്കുന്നത് 1613 ദെൻ അതൊരു ജോബ് റോളിനെയായിരുന്നു പറഞ്ഞിരുന്നത്. ദെൻ ആ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാൽക്കുലേഷൻസിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന എ പേഴ്സൺ ഹു ക്യാരിഡ് ഔട്ട് കാൽക്കുലേഷൻ, അതായത് കാൽക്കുലേഷൻസിൽ ആ രീതിയിലുള്ള വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്താ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, കമ്പ്യൂട്ടറിനെ പറഞ്ഞ ടേം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഒറിജിനലി കാൽക്കുലേഷൻസ് വർ കമ്പ്യൂട്ടഡ് ബൈ ഹ്യൂമൻ. അത് പിന്നെയാണല്ലോ കമ്പ്യൂട്ടർ വന്നത്. നേരത്തെ കാൽക്കുലേഷനൊക്കെ നടത്തിയിരിക്കുന്നത് മാനുവലി തന്നെയായിരുന്നു. അതിൻ്റെ കമ്പ്യൂട്ടർ വാസ് എ ജോബ് റോൾ. അങ്ങനെ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയുള്ളൊരു ജോബ് റോളായിരുന്നു ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ടേം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഇവല്യൂഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് വരുന്ന മെഷീൻ അബാക്കസ് മെഷീനാണ്. അബാക്കസ് എല്ലാവർക്കും ഇപ്പോൾ പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും തന്നെ അബാക്കസ് എന്ന് പറഞ്ഞ ടേം നമുക്ക് അറിയാം. അപ്പോൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസൊക്കെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെഷീനാണ് അബാക്കസ്. ഇതാണ് അബാക്കസ്. നിങ്ങൾ അബാക്കസിൻ്റെ മെഷീൻസ് കാൽക്കുലേറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്തത് നെക്സ്റ്റ് വൺ നാപ്പിയർ ബോൺ. നാപ്പിയർ ബോണും ഇത് റോഡിലാണ്, സെറ്റ് ഓഫ് ബോർഡും റോഡുമാണ്. എന്നിട്ട് അതിൽ ഈ നമ്പറും അതിൻ്റെ റിസൾട്ടും 7 × 1 7. നമുക്കങ്ങനെ ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 7 × 5 ഓരോ സെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ 1ൻ്റെ 2ൻ്റെ ഒക്കെ. അപ്പോൾ 7 × 1 7 1 4 2 1 അങ്ങനെ അതിൻ്റെ റിസൾട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ആ റോഡ്സിൻ്റെ ഹെൽപ്പോടെയാണ് നമ്മൾ ഈ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 1 2 3 4 5 6 എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ 7 ആണെന്നുണ്ടെങ്കിൽ 7 × 2 14 അങ്ങനെ എഴുതിയിരിക്കുന്ന റിസൾട്ടുകളും കാൽക്കുലേഷനും എഴുതിയിരിക്കുന്ന ബോർഡുകളുണ്ടാവും. അതിൻ്റെ ഹെൽപ്പോടെയാണ് കാൽക്കുലേഷൻസ് നടത്തിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് അടുത്താണ് പാസ്കലിൻ. ബ്ലേസ് പാസ്കൽ എന്ന് പറഞ്ഞ ആൾ കണ്ടുപിടിച്ചിരിക്കുന്ന മെഷീനായിരുന്നു പാസ്കലിൻ. നമുക്ക് എന്താണ് അഡീഷണൽ സബ്ട്രാക്ഷനൊക്കെ നടത്താൻ വേണ്ടി ചെയ്തിരുന്ന മെഷീനാണ് പാസ്കലിൻ. നെക്സ്റ്റ് ഡിഫറൻസ് എൻജിൻ. അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കൽ മാനുവൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അടുത്ത ലെവലിലേക്ക് വരികയാണ് ചെയ്തത് ഡിഫറൻസ് എൻജിൻ. ചാൾസ് ബാബേജിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്ന ആളാണ് ചാൾസ് ബാബേജ് കണ്ടുപിടിച്ച ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടറാണ് ഡിഫറൻസ് എൻജിൻ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിനെ മാനുവൽ ഇറ, മെക്കാനിക്കൽ ഇറ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഇറ എന്ന് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ മാനുവൽ ഇറയിലാണ് നമ്മൾ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഈ അബാക്കസും നാപ്പിയർ ബോൺ അതുപോലെ പാസ്കലൊക്കെ. നെക്സ്റ്റ് വന്നപ്പോൾ മെക്കാനിക്കൽ ഇറയിലേക്ക് വന്നു. മെക്കാനിക്കൽ ഇറയിലേക്ക് ഫസ്റ്റ് വന്ന
മെഷീനാണ് ഡിഫറൻസ് എൻജിൻ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻവെൻഷൻ, അങ്ങനെ ഒരു എയ്ഡായിട്ടുള്ളൊരു ഇൻവെൻഷൻ നടത്തിക്കൊണ്ട് തന്നെയാണ് ചാൾസ് ബാബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് തന്നെ. അങ്ങനെ ഫസ്റ്റ് ഡിഫറൻസ് എൻജിൻ വാസ് ഇൻവെൻറ്റഡ് ബൈ ചാൾസ് ബാബേജ്. ദെൻ അതിനെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അനലിറ്റിക്കൽ എൻജിൻ ഫോം ചെയ്തതും ചാൾസ് ബാബേജ് തന്നെയായിരുന്നു. നെക്സ്റ്റ് ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ മാർക്ക് 1. ഞാൻ മേജറായിട്ടുള്ള ഇൻവെൻഷൻസ് മാത്രമാണ് ഈ ഒരു സെഷനിനകത്ത് ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഏതാ? മാർക്ക് 1. അതിന് ശേഷമാണ് ഇലക്ട്രോണിക് ഇറ എന്ന് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന കമ്പ്യൂട്ടറാണ് ENIAC. ഫുൾ ഫോം ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. അപ്പോൾ അതാണ് ENIAC ആണ് ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്ന മെഷീൻ. നെക്സ്റ്റ് ഇതുപോലെ ഒരു റൂം മുഴുവനോടെ എടുക്കുന്ന രീതിയിലുള്ള മെഷീനായിരുന്നു. കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു ഡിഫറൻസ് പിക്ചർ എന്നറിയാം. നെക്സ്റ്റ് UNIVAC 1 യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഫസ്റ്റ് കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ ആയിരുന്നു UNIVAC 1. UNIVAC ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ എൻ്റെ ഈ സ്ലൈഡിൽ നമ്മുടെ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഫസ്റ്റ് കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ ആയിരുന്നു UNIVAC 1. ദെൻ ആ ചേഞ്ച് കണ്ടില്ലേ, ENIACന്ന് UNIVACിലേക്ക് വന്ന സമയത്ത് തന്നെ ഇത്രയും ചേഞ്ചസ് വന്നു. ഇനി നെക്സ്റ്റ് വൺ EDVAC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ദെൻ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ പറ്റിയുള്ള ഈ ജനറേഷൻസിലാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ വാസ് ഡിസൈൻഡ് ബൈ ജോൺ വോൺ ന്യൂമാനാണ് സ്റ്റോർഡ് കമ്പ്യൂട്ടർ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പനി, നമ്മൾ പേര് അറിഞ്ഞു നോക്കാൻ വേണ്ടി ഇലക്ട്രോണിക് കൺട്രോൾസ് കമ്പനി ECC ഇലക്ട്രോണിക് കൺട്രോൾസ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു ഫസ്റ്റ് കമ്പ്യൂട്ടർ കമ്പനിയായിട്ട് അറിയപ്പെടുന്നത്. ദെൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു മെമ്മറി, നമ്മൾ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പഞ്ച്ഡ് കാർഡൊക്കെ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ഹെർമൻ ഹോളറിത്താണ് ഈ പഞ്ച് കാർഡ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് പഞ്ച്ഡ് കാർഡ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യ കാലങ്ങളിൽ പഞ്ച്ഡ് കാർഡ്സിൽ ആണ് ഈ ഡാറ്റ സ്റ്റോറിങ് നടന്നിരുന്നത്. ഇനി ഉള്ളത് ടൂറിംഗ് മെഷീൻ. ഒരു അലൻ ട്യൂറിംഗ് ആണ് ടൂറിംഗ് മെഷീൻ ഇൻവെൻറ്റ് ചെയ്തത്. അപ്പം ഇത്രയാണ് ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് മാത്രം ഒന്ന് നോക്കാം. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ പാർട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി, CPU. ഇതിന് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ? ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ കമ്പ്യൂട്ടറിന് ഒരു ഡെഫിനിഷൻ കൊടുത്തല്ലോ, കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക്സ് ഡിവൈസ് വിച്ച് ആക്സസ് ഡാറ്റ ഫ്രം ദ യൂസർ. അപ്പം ആ ഡാറ്റ കൊടുക്കാൻ വേണ്ടിയാണ് ഇൻപുട്ട് ഡിവൈസസ് ഉള്ളത്. ദെൻ പ്രോസസ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് CPU ഉള്ളത്. അതിൻ്റെ ഗിവ്സ് അസ് റിസൾട്ട് എന്ന് പറഞ്ഞു. ആ പ്രോസസ്സ് ചെയ്ത റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇനി മെമ്മറി എന്തിനാണ്? ഈ കാര്യങ്ങളൊക്കെ ഡാറ്റയും ഇൻഫോർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്തുള്ളത്? മെമ്മറി ഉള്ളത്. ബാക്കി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നെക്സ്റ്റ് സെഷനിൽ നോക്കാം.